ഹായ് നമസ്കാരം. ഞാൻ ആർക്കിടെക്ട് ഷെജില, മാഗ്നോയിലെ ചീഫ് ഡിസൈനറാണ്. ആർക്കിടെക്ട് മേഖലയിൽ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഒരുപാട് പേര് ഈ മേഖലയിൽ ഇന്ന് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മെറ്റീരിയൽസും ഡിസൈനും അനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുത്ത പ്രൊജക്റ്റുകളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ മാഗ്നോ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഗ്നോ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു കാലം പ്രൊജക്റ്റുകളുടെയൊക്കെ തിരക്ക് കാരണം വീഡിയോസ് ഒന്നും അപ്ലോഡ് ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റാണ് ഇനി കാണാൻ പോകുന്നത്. റഫീഖ് നെസ്ലയുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുനാവായ അച്ചിതപ്പടിയിലാണ്. നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടെറക്കോട്ട സ്റ്റോൺ ആണ്. ആൻഡ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗേറ്റ് ഒരു സ്വിങ് ആൻഡ് സ്ലൈഡിങ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു ഗ്രീൻ ആൻഡ് വുഡ് കളേഴ്സാണ് കളർ തീമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് 1x1 സൈസിൽ കടപ്പ സ്റ്റോൺ ആണ്. ഞാൻ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പേൾ ഗ്രാസും പിന്നെ ഈ റാൻഡറബിൾ വരുന്നതിൻ്റെ താഴെയായിട്ട് കുറച്ച് ആഫ്രിക്കൻ ലില്ലീസും കൊടുത്തിട്ടുണ്ട്. സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഈ കോമ്പൗണ്ട് വാളിൻ്റെ ഈ GI ട്യൂബ് വരുന്നുണ്ടല്ലോ അതിൻ്റെ താഴെയും കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സിംഗിൾ പ്ലുമേരിയ ട്രീയും കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ വീടിൻ്റെ കളർ കോംബോ വരുന്നത് ഗ്രീൻ, വൈറ്റ് ആൻഡ് ബേജ് കളറാണ്. ആൻഡ് വീടിൻ്റെ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് റാൻഡറബിൾ ക്ലാഡിങ്ങും ആൻഡ് വെർട്ടിക്കലായിട്ട് മുകളിൽ നമ്മൾ GI സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട്. 6x10 സൈസ് വരുന്ന നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ളത് ലെതർ ഫിനിഷിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ്. ആൻഡ് ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് മാർബിൾ ആണ്. സിറ്റ് ഔട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് GIൻ്റെ ഒരു സ്ട്രക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു പ്ലാൻ ബോക്സും അതിൽ കലാത്തിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാന്റ് ആയിട്ട്. സിറ്റ് ഔട്ടിൻ്റെ ലെഫ്റ്റിലായിട്ട് നമ്മളൊരു സ്വിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് പ്ലുമേരിയ പ്ലാന്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ സീലിംഗ് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സിലിണ്ടർ ലൈറ്റ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. 2700 സ്ക്വയർ ഫീറ്റിൽ ഫ്യൂഷൻ ഡിസൈനിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറാണ് ഇത്. ഒരു ബ്ലൂയിഷ് ഗ്രേയും ഒരു ഡാർക്ക് വുഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളറാണ് നമ്മൾ ഈ ഒരു ഡോറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സോഫയാണ്. ഒരു വിൻറ്റേജ് ലുക്കാണ് കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ TV യൂണിറ്റിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വെനീർ ആൻഡ് ലോവേഴ്സ് ആണ്. സൈഡിലായിട്ട് ഓപ്പൺ ബോക്സും ആൻഡ് താഴെയായിട്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. സ്റ്റോറേജ് ഏരിയനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഫ്ലൂട്ടഡ് ഫിനിഷ് മൈക്കിയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സോഫേൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കോഫി ടേബിൾ ഉണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ടെക്സ്ചർ പെയിൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോപ്പിലായിട്ട് ഒരു കോർണർ വിൻഡോ ഉണ്ട്. ഒരുപാട് വെളിച്ചം നമ്മുടെ ലിവിങ്ങൾക്ക് ഈ ഒരു വിൻഡോസ് തരുന്നുണ്ട്. ആൻഡ് നമ്മുടെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വുഡ് ആൻഡ് ജിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മെയിനായിട്ടൊരു സിമെൻറ്റ് ടെക്സ്ചർ ആൻഡ് വുഡ് കളർ തീമാണ് നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫോയർ ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ബേസിൻ ഏരിയ. നമ്മുടെ വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ വാഷ് ബേസിൻ ഏരിയ വരുന്നത്. വാഷ് ബേസിൻ ഏരിയ കോമൺ ടോയ്ലറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് ഡോറാണ്. നമ്മുടെ വാഷ് ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ടെക്സ്ചർ ടൈപ്പ് ഓഫ് 3D ടൈലാണ്. ആൻഡ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ മിററാണ്. ഇതിന് സൈഡിലായിട്ട് ബാക്കിലായിട്ടൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് വാഷ് ബേസിന് ഒരു മാർബിൾ ടെക്സ്റ്റേർഡ് ആണ്. താഴെ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് കം സ്റ്റോറേജ് ഏരിയ, ഒരു ഇരിക്കാനും പിന്നെ തിങ്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ആൻഡ് ഇവിടെയും ഒരു നമ്മുടെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും വെക്കാനും വേണ്ടിയിട്ടുള്ളൊരു കബോർഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്റ്റെയറിൻ്റെ നമ്മുടെ ഹാൻഡ് റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും GI സ്ട്രക്ചർ തന്നെയാണ്. ആൻഡ് വുഡാണ് വരുന്നത്. ഈ ഒരു ഏരിയ പാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റീലിലൊരു പാർട്ടീഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരുന്നത് നമ്മുടെ വീടിൻ്റെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഇവിടെ വളരെ നീറ്റായിട്ട് ഒരു മാർബിൾ ടെക്സ്ചറിലൊരു ടേബിളും ചെയറും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സീലിംഗ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാൻലിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറ്റൽ ആർട്ട്, നല്ല ഭംഗിയുള്ള ഒരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വീടിൻ്റെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഈ ഒരു സ്പേസ് ആണ്, ഒരു റിലാക്സിങ് സ്പേസ്. സ്ലൈഡിംഗ് ഡോർ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷൻ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ ഒരു GI പൈപ്പ് വെച്ചിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് വീഡിയോയിൽ എത്രത്തോളം വ്യൂ ഉണ്ടെന്ന് അറിയില്ല, പുറകിലായിട്ട് ഒരു തോട്ടവും അതിൻ്റെ പുറകിലായിട്ടൊരു താമരയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വലിയൊരു പാഡി ഫീൽഡ് ഉണ്ട്. വളരെ റിലാക്സിങ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഉള്ള ഒരു സ്പേസ് തന്നെയാണിത്. ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ 2 ബെഡ്റൂംസും ഒരു ചെറിയൊരു പ്രയർ റൂമും കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസിലേക്ക് നമുക്ക് വരാം. കിച്ചൺ കാണാം. ഒരു ചെറിയൊരു ഫോയർ സ്പേസ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു നമ്മുടെ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോയർ സ്പേസിൽ ചെറിയൊരു ഷൂ റാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കിച്ചണിൻ്റെ ഒരു കോൺസെപ്റ്റ് വന്നിട്ട് നമ്മൾ L ഷേപ്പ് കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് ക്രോക്കറി സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രോവേഴ്സും കട്ട്ലറിയും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നോർമൽ ഓവൺ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വെനീഷാണ് ഇവിടെ കേർട്ടനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വിൻഡോൻ്റെ സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു സിംഗിൾ സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു OTG കൊടുത്തിട്ടുണ്ട്. കബോർഡ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കിച്ചണ് സെൻട്രലൈസ് ചെയ്തിട്ട് ഒരു 4 സീറ്റർ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു അടിപൊളി ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജിപ്സവും വുഡനുമാണ് നമ്മൾ സീലിങ്ങിന് കൊടുത്തിട്ടുള്ളത്. അവിടെ കോവ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വുഡിൻ്റെ ബാക്കിലായിട്ട്. നമ്മുടെ കിച്ചണിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് മെയിൻ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ട് ഒരു സ്റ്റോറേജ് ഏരിയ, ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കിച്ചൺ അലൂമിനിയം സെക്ഷനിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രേ കളർ കോമ്പോയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു മാർബിൾ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വെനീഷ് കേർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഡബിൾ സിങ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് സ്ലാബ് ചെയ്തിട്ടുള്ളത്. താഴെയായിട്ട് ഒരു വിക്കർ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കബോർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോർമൽ ഹോബ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ഷെൽഫ്, ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഹോബിൻ്റെ താഴെയായിട്ട് കബോർഡ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗസ്റ്റ് ബെഡിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് നമ്മൾ ഈ ഡോറിനെ കുറിച്ച് പറയാം. നമ്മൾ മെയിൻ ഡോറിൽ കണ്ട പോലത്തെ സെയിം ഡിസൈൻ കളേഴ്സാണ് ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസൈനിൽ മാത്രം ചെറിയൊരു വേരിയൻറ്റേഷനേ ഉള്ളൂ. ഒരു ബ്ലൂയിഷ് ഗ്രേ ആണ് ഇതിൻ്റെ കളർ കോംബോ ആൻഡ് വുഡൻ കളർ കോംബോയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിസൈനാണ് ഈ ഡോറിന് കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡിനും നമ്മുടെ ഗസ്റ്റ് ബെഡിനും സെയിം ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് റൂമിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിലായിട്ട് ടോയ്ലറ്റ് ഉണ്ട്. ആൻഡ് വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഇതിൻ്റെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. സീലിങ്ങും വളരെ സിമ്പിളായിട്ട് ജിപ്സത്തിൽ ലൈറ്റ്സ് കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ബെഡിൻ്റെ ഹെഡ് ബോർഡ് വരികയാണെങ്കിൽ ഇതും ക്ലോത്ത് തന്നെയാണ്. ഒരു ഗ്രീൻ കളറിൽ ഒരു ഹെഡ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ഇതിനും ഒന്നും വാൾപേപ്പേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നോർമൽ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റോമൻ കട്ടേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഓഫീസ് സ്പേസും വാർഡ്രോബും വരുന്നുണ്ട്. വുഡൻ ആൻഡ് ബ്ലാക്ക് മിററാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിങ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ചെറിയ റൂമിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു ഫ്രെയിംസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബെഡ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വുഡിൽ ഒരു റൗണ്ട് ബ്ലാക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിനി പോകുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ടോയ്ലറ്റും ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുള്ളത്. ഒരു ഗ്രീൻ ഗ്രേ കളർ കോംബോയിൽ ഒരു മേക്കപ്പ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു വലിയ മിററൊക്കെ വെച്ചിട്ട്. ആൻഡ് നമ്മുടെ വാർഡ്രോബിന് വന്നിട്ട് സ്ലൈഡിംഗ് ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ
വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് മെറ്റീരിയൽസോ കാര്യങ്ങളൊന്നും ഒരുപാട് യൂസ് ചെയ്യാണ്ട് വളരെ സിമ്പിളായിട്ടാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമെൻറ്റ് ടെക്സ്ചർ ഒരു കളർ വേരിയൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു ചെറിയൊരു വുഡിൻ്റെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ട്. ബെഡ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ വാൾപേപ്പേഴ്സോ ജിപ്സംസോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മുടെ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹെഡ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ലോങ് ഹെഡ് ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലോത്ത് വന്നിട്ട് നോർമൽ നമ്മുടെ ക്ലോത്താണ്, മെറ്റീരിയൽ ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് 2 വിൻഡോസ് ഉണ്ട്. കേർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ ഇത് റോമൻ ബ്ലൈൻഡ് മെറ്റീരിയലാണ്. ഞാൻ വരുവാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ TV യൂണിറ്റ് കം ഓഫീസ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. ആൻഡ് ഇവിടെ കബോർഡ്സ് കാര്യങ്ങൾ, TV യൂണിറ്റ്സിന് താഴെയായിട്ട് കബോർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ഡാർക്ക് ഗ്രേ കളറിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലൂവേഴ്സ് കൊടുത്ത് ഈ ഒരു ഭാഗം അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി വരികയാണെങ്കിൽ ഇവിടെ ഒരു ലോങ് മിറർ ഉണ്ട്. ഈ മിറർ നമ്മുടെ ഈ ഒരു റൂമിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു വലിയൊരു ലോങ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു ഡീറ്റെയിലിംഗ്. ആൻഡ് കം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ലാൻഡിങ്ങിലായിട്ടാണ് നമ്മൾ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ടേബിളിനോട് അറ്റാച്ച് ചെയ്ത് സിറ്റിംഗ് ഏരിയയും ഒരു സ്റ്റോറേജ് ഏരിയയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് ഡീറ്റെയിലേക്ക് നോക്കുകയാണെങ്കിൽ സിമെൻറ്റ് ടെക്സ്ചറിൻ്റെ ഒരു കളർ വേരിയൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഷാൻഡ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത് ഈ ഒരു ഹാളിലേക്കാണ്. ഈ ഒരു ഏരിയയിലായിട്ടാണ് അയൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിൻഡോസിൽ കേർട്ടൻസ് റോമൻ കേർട്ടൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള ഡോറാണ്. ആൻഡ് 2 ബെഡ്റൂംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാൽക്കണിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡോർ ഉണ്ട്. ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ റെഡിമെയ്ഡ് ഫേർണിച്ചേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെയുള്ള മക്കളൊക്കെ ചെറുതാണ്. അപ്പോൾ അവർ വലുതായിട്ട് അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ ആവശ്യപ്രകാരം റെഡിമെയ്ഡ് ഫേർണിച്ചർ ഇവിടെ യൂസ് ചെയ്തത്. ആൻഡ് നമ്മുടെ റൂമിൻ്റെ കളർ തീം ഒരു വൈറ്റും ഒരു ലൈറ്റ് ബ്ലൂവുമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ് ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് റോമൻ കേർട്ടൻസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും ഹാങ്ങിങ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. റോമൻ കേർട്ടൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബും ഒരു മേക്കപ്പ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡിലേക്ക് പോവാം. ഈ ബെഡ്റൂം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങും കാര്യങ്ങളും ജിപ്സത്തിൽ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബേജ് വൈറ്റ് ഒരു ക്രീം കളർ തീമിലാണ് ബെഡ്റൂം പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്. റോമൻ ബ്ലൈൻഡ്സ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ട് ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയിൽ തന്നെ ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ തന്നെ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ ആവശ്യവും അനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ഡിസൈൻ ഫിനിഷ് ചെയ്യാനും നമുക്ക് കഴിയുകയുള്ളൂ. ഈ മേഖലയിൽ 12 വർഷത്തെ എക്സ്പീരിയൻസും ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ഒരു ഫുൾ ടീമാണ് മാഗ്നോ ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ.